Hi dears, today we are going to deal with the rest of the second unit in the paper Compulsory English, and in the last section we discussed in detail the tense forms, auxiliary verbs and the activities. Then we are moving on to the topic determiners. This topic is also we have discussed in remedial grammar paper, and let's do the activities given here. A determiner is a word that introduces a noun. Okay, determiner is a word that introduces a noun. ഒരു നൗണിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വേർഡാണ് ഒരു ഡിറ്റർമിനർ എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ദിസ് ഡിറ്റർമിനർ ഈസ് ഓൾവേസ് യൂസ്ഡ് ബിഫോർ എ noun, not after a noun. Before a noun or before an adjective describes a noun. Okay. ഒന്നെങ്കിൽ നൗണിൻ്റെ മുൻപിൽ അല്ലെങ്കിൽ നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന എക്സ്പ്ലെയിൻ ചെയ്യുന്ന അഡ്ജക്റ്റീവിൻ്റെ ആ നൗണിൻ്റെ വിശേഷണമാണ് അഡ്ജക്റ്റീവ്സ് എന്നുള്ളത്, അതിൻ്റെ കൂടെ ഉപയോഗിക്കുന്നു. ഇവിടെ നമുക്ക് നോക്കാം. ലെറ്റ്സ് ഡു ദ ആക്ടിവിറ്റീസ്. കുഡ് യു ബ്രിങ് മീ ഡാഷ് ബുക്സ് ഐ ലെഫ്റ്റ് ഇൻ ദ ഗാർഡൻ. ഓക്കെ, കുഡ് യു ബ്രിങ് മീ ഡാഷ് ബുക്സ് ഐ ലെഫ്റ്റ് ഇൻ ദ ഗാർഡൻ. ബുക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബുക്സ് എന്നാവുമ്പോൾ ഷുവർ ബുക്സ് എന്ന് വരുമ്പോൾ പ്ലൂരലാണ്. അതുകൊണ്ട് ദർ ഇസ് നോ ചാൻസ് ഫോർ ദിസ് ദാറ്റ്. പ്ലൂരലിന് നമ്മൾ ഉപയോഗിക്കാറില്ല. ഡിറ്റർമിനേഴ്സ് എന്ന് പറയുന്നത് നാലെണ്ണമാണ്. ദിസ്, ദാറ്റ്, ദീസ്, ദോസ്. ദിസിൻ്റെ പ്ലൂരലാണ് ദീസ്, ദാറ്റിൻ്റെ പ്ലൂരലാണ് ദോസ്. അപ്പോൾ ഇവിടെ ബുക്സ് എന്നായതുകൊണ്ട് ദിസും ദാറ്റും വരില്ല. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസറിന് ദോസ് ബുക്സ് ഐ ലെഫ്റ്റ് ഇൻ ദി ഗാർഡൻ. ഓക്കെ. Then the next one is dash sun rises from the east. No doubt the sun rises from the east. കാരണം ആ സണ്ണിനെ അവിടെ സ്പെസിഫൈ ചെയ്ത് പറയാണ്. അതുകൊണ്ട് ഏന്നോ ആനെന്നോ ഉപയോഗിക്കാൻ പറ്റില്ല. സോ ദ sun rises from the east. Then the doctor advised me to eat dash apple every morning. ആൻ ആപ്പിൾ ആർട്ടിക്കിൾസ് ആണ്. എ ആൻഡ് ദ എന്നുള്ളത് ആർട്ടിക്കിളാണ്. നമ്മൾ പറഞ്ഞിരുന്നു എവിടെയൊക്കെയാണ് ഓരോന്നും യൂസ് ചെയ്യുന്നത് എന്ന്. സോ ആൻ ആപ്പിൾ വവൽ സൗണ്ടാണ് ആ. അപ്പോൾ അതിൻ്റെ മുൻപിൽ നമ്മൾ ആൻ എന്ന ആർട്ടിക്കിളാണ് യൂസ് ചെയ്യുന്നത്. ദെൻ there aren't students in the library. There aren't many students in the library. I haven't got dash pictures in my bedroom. I haven't got any pictures in my bedroom. Then next one, she gave a cookie to she gave a cookie എന്ന് പറയുന്നത്. അപ്പോൾ ഓൾ ചൈൽഡ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഓരോരുത്തർക്കും എന്നാണ് വരുന്നത്. എ കുക്കി ടു ഈച്ച് ചൈൽഡ്. I have got to solve dash math problems before I go to sleep. I have got to solve all math problems with a bowl of cherries on your lap. മടിയിൽ നമ്മൾ ഒരു ബൗൾ ചെറീസ് വെച്ചിട്ട് പറയുന്നത് ഡാഷ് ചെറീസ് ആർ ഡിലീഷ്യസ്. നമ്മൾ കയ്യിൽ പിടിച്ചുകൊണ്ട് ആ ചെറീസ് ഡിലീഷ്യസ് എന്ന് പറയില്ലല്ലോ. ഈ ചെറീസ് ഭയങ്കര ഡിലീഷ്യസ് ആണെന്നാണ് പറയുക. സോ ദീസ് ചെറീസ് ആർ ഡിലീഷ്യസ്. ദെൻ മൈ മദർ ഡസൻറ്റ് ഡ്രിങ്ക് മച്ച് കോഫി. നമുക്കറിയാം മച്ച് എന്നൊക്കെയുള്ള കൗണ്ട് ചെയ്യാനും കൗണ്ടബിൾ നൗണും അൺകൗണ്ടബിൾ നൗൺസ് ഉണ്ട്. അപ്പോൾ കോഫി ദറ്റ് ഇസ് എ നൗൺ വി കനോട്ട് കൗണ്ട്. അതുകൊണ്ട് കൗണ്ട് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കൂടെ നമ്മൾ മച്ച് യൂസ് ചെയ്യാറുണ്ട്, കൗണ്ട് ചെയ്യുന്നതിൻ്റെ കൂടെ മെനി യൂസ് ചെയ്യുന്നു. Then I always keep money in my wallet for emergencies. I always keep some money. എമർജൻസി വന്നാലോ എന്ന് വിചാരിച്ച് കുറച്ച് പണം എപ്പോഴും കയ്യിൽ കരുതാറുണ്ട്. ഐ ഓൾവേസ് കീപ് സം മണി ഇൻ മൈ വാലറ്റ് ഫോർ എമർജൻസീസ്. ഓക്കെ. Then so determiner, that is a very simple topic. This, that, then these, those, അതുപോലെ and ഇതിൻ്റെയൊക്കെ യൂസ് മാത്രം അറിഞ്ഞാൽ മതി. Then
നെക്സ്റ്റ് വൺ, ആക്റ്റീവ് ആൻഡ് പാസീവ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് റെമഡിയൽ ഗ്രാമറിൽ എടുത്ത ടോപ്പിക്കാണ്. ഒരു ടേബിൾ തന്നെ തന്നിട്ടുണ്ടായിരുന്നു. ഓരോ ടെൻസിലും ആക്റ്റീവ് ആൻഡ് പാസീവ്, ആക്റ്റീവിൽ നിന്നും പാസീവിലേക്ക് മാറ്റുമ്പോൾ വരുന്ന ചേഞ്ചസ് ഓരോന്നിലും പറഞ്ഞിട്ടുണ്ട്. ദെൻ സോ ഡിഫറൻസ് ആക്റ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ബിഗിൻസ് വിത്ത് സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ്, അതാണ് ആക്റ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്, ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നത്. അതേസമയം പാസീവ് വോയിസ് ബിഗിൻ ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? ഒബ്ജക്റ്റ് വെച്ചിട്ടാണ്. ഒബ്ജക്റ്റ് ദെൻ വേർബ് സബ്ജക്റ്റ്, അങ്ങനെയാണ് പാസീവ് വോയിസിൻ്റെ ഇത് വരുന്നത്. ഇത് ആക്റ്റീവ് വോയിസിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സബ്ജക്റ്റിനാണ്. വൺ ഹു ഈസ് ഡൂയിങ് ദ ആക്ഷൻ ഈസ് ഗിവിങ് മോർ ഇമ്പോർട്ടൻറ്റ് ഇൻ ആക്റ്റീവ് വോയിസ്. ബട്ട് ഇൻ പാസീവ് വോയിസ് ഒബ്ജക്റ്റ് ഈസ് ഗിവൺ മോർ ഇമ്പോർട്ടൻസ്. ബീങ് ആക്റ്റഡ്, ആക്ട് ചെയ്യപ്പെടുന്നതിനാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, so the snake bit the man. Okay, first sentence, the snake bit the man. The snake is the subject, bit verb, the man എന്നുള്ളത് ഒബ്ജക്റ്റ്. ഇനി അത് മാറ്റി, ഇത് ആക്റ്റീവ് വോയിസ് ആണ്, ആക്റ്റീവാണ്. ദെൻ അതേസമയം ഇത് ചേഞ്ച് ചെയ്തു, ഒബ്ജക്റ്റ് എങ്ങോട്ട് വന്നു? ദ മാൻ. ദെൻ ബിറ്റ് എന്നുള്ളത് പാസ്റ്റാണ്, ബൈറ്റ് ബിറ്റ് എന്നുള്ളത് വേർബ് ടു ആണ്. അപ്പോൾ പാസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? വാസ് ആഡ് ചെയ്യണം. പിന്നെ പാസീവ് വോയിസിൽ നമ്മൾ വേർബിൻ്റെ തേർഡ് ഫോമാണ് യൂസ് ചെയ്യാറുള്ളത്. സോ വാസ് ബിറ്റൺ, വാസ് ബിറ്റൺ ബൈ, സബ്ജക്റ്റ് ഇവിടെ ദ സ്നേക്ക്. So the first sentence is the active voice because its subject is active and does something. The second sentence is the passive voice because its subject does nothing but passively allows something to be done to him. Okay, subject does something but passively allows something to done to him. Then changing a sentence from the active to the passive voice. The following points, നമ്മൾ ഒരു സെൻറ്റൻസ് ആക്റ്റീവിൽ നിന്നും പാസീവിലേക്ക് മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. The following points should be kept in mind while changing the voice of a sentence. We use an active verb to say what the subject does. Okay. നമ്മൾ സബ്ജക്റ്റ് എന്ത് ചെയ്യുന്നു എന്ന് പറയാൻ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ആക്റ്റീവ് വേർബ് യൂസ് ചെയ്യുന്നു. ദ കമ്പനി എംപ്ലോയ്സ് 3000 people. Active voice, the company employs 3,000 people. We use a passive verb to say what happens to the subject. സബ്ജക്റ്റിന് എന്ത് സംഭവിച്ചു എന്ന് പറയാൻ നമ്മളവിടെ ഒരു പാസീവ് വേർബ് യൂസ് ചെയ്യുന്നു. ഇവിടെ ആക്റ്റീവ് വേർബ് തന്നെയാണ്, സബ്ജക്റ്റ് ആക്റ്റീവാണ്, വേർബും അവിടെ ആക്റ്റീവാണ്. ഓക്കെ, ദെൻ 3,000 people are employed by the organization. When we use the passive, who or what causes the action is often unknown or important. അപ്പോൾ പാസീവ് ടെൻസിൽ ആര് ചെയ്തു അല്ലെങ്കിൽ എന്താണ് കാരണം എന്നുള്ളതിന് മോർ ഇമ്പോർട്ടൻസ് അവിടെ കൊടുക്കാറില്ല. ഓക്കെ, പകരം ഇമ്പോർട്ടൻസ് ഇസ് ഗിവൺ ടു ദി ഒബ്ജക്റ്റ്. എ ലോട്ട് ഓഫ് മണി വാസ് സ്റ്റോളൻ ഇൻ ദ റോബറി. Somebody stole it, but we don't know who. Then if we want to say who does or what causes the action, we use by. ഓക്കെ, അതായത് ആരാണ് ചെയ്തത്, ആരാലാണത് ചെയ്യപ്പെട്ടതെന്ന് പറയാനാണ് നമ്മളിവിടെ ഇത് യൂസ് ചെയ്യുന്നത്. ബൈ ഏജൻ്റ് അവിടെ ഉപയോഗിക്കുന്നത്, ബൈ എന്നുള്ള വേർഡ്. അതേസമയം ആക്റ്റീവ് വോയിസിൽ വി ഡു നോട്ട് യൂസ് ദ വേർഡ് ബൈ. This house was built by my father. This house was built by my father. Passive voice ആണ്. The object of verb in active voice become a subject. Okay, the object of the verb active voiceലെ object എന്തായിട്ട് മാറുന്നു? സബ്ജക്റ്റ് ആയിട്ട് മാറുന്നു. ആൻഡ് സബ്ജക്റ്റ് എന്തായിട്ട് മാറും? ഒബ്ജക്റ്റ് ആയിട്ട് മാറുന്നു പാസീവ് വോയിസിൽ. ഓക്കെ, ദെൻ
ഇവിടെ കുറച്ച് സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. മഹാത്മാഗാന്ധി ടോട്ടസ് നോൺ വയലൻസ്. മഹാത്മാഗാന്ധി ഹിയർ, മഹാത്മാഗാന്ധി എന്നുള്ളത് ഇവിടെ സബ്ജക്റ്റാണ്. ടോട്ട് എന്നുള്ളത് വേർബാണ്, അതും വേർബ് ടു ആണ്. നോൺ വയലൻസ് ഒബ്ജക്റ്റ് ആയിട്ടാണ് വരുന്നത്. ഇതൻ പാസീവ് അത് മാറ്റുമ്പോൾ ഈ അസ് എന്നുള്ളത് അവിടെ എന്തായിട്ട് വന്നു? വി, അതിൻ്റെ ഒബ്ജക്റ്റ്. വി വെയർ ടോട്ട് വേർബ് ടു ആണ് വന്നതെങ്കിൽ അത് പാസീവിലേക്ക് മാറ്റുമ്പോൾ സിംഗുലർ ആണെങ്കിൽ വാസ് എന്നുപയോഗിക്കുന്നു, പ്ലൂരൽ ആണെങ്കിൽ വെയർ. ഓക്കെ, ഇവിടെ മഹാത്മാഗാന്ധി എന്ന് പറയുന്നത് സിംഗുലറാണ്. പക്ഷേ ഇവിടെ നമുക്ക് അസ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഇവിടെ വന്ന ആ ഒബ്ജക്റ്റ് സബ്ജക്റ്റിൻ്റെ സ്ഥാനത്തേക്ക് മാറ്റി. അപ്പോൾ അസ് എന്ന് വെച്ചിട്ട് നമുക്കൊരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അസിൻ്റെ പ്രനൗൺ ആണ് ഇത്, പേഴ്സണൽ പ്രനൗൺ ആണ് വി എന്ന് പറയുന്നത്. അപ്പം വി ആയതുകൊണ്ട് ഇവിടെ ഏത് യൂസ് ചെയ്തു? വെയർ യൂസ് ചെയ്തു. വി വെയർ taught non-violence. Taught എന്ന് തന്നെയാണ് ടീച്ച്, taught V3 also taught non-violence by the subject Mahatma Gandhi. Then she gave me a present. She subject, gave verb to simple past. Then me അവിടെ ഒരു പൊസസീവ് പ്രനൗൺ ആണ് അത്, മീ എന്നുള്ളത്. അത് അതിൻ്റെ പ്രനൗൺ രൂപത്തിലേക്ക് മാറ്റണം. ദെൻ അപ്പോൾ മീ എന്നുള്ളത് പാസീവിലേക്ക് വന്നപ്പോൾ എന്തായിട്ട് മാറി? ആയി. ഞാൻ അവൾക്കൊരു പ്രസൻറ്റ് കൊടുത്തു. അത് പാസീവിലേക്ക് മാറുമ്പോൾ എങ്ങനെ വരും? ആ പ്രസൻറ്റ് ഞാനാൽ നൽകപ്പെട്ടു എന്നാവും. അപ്പോൾ അവിടെ മീ എന്നുള്ളത് ഐ ആയിട്ട് മാറുന്നു. ഗെയ്വ് വെർബ് ടു ആണ്. ഐന് ശേഷം നമ്മൾ വാസാണ് യൂസ് ചെയ്യുന്നത്. ഐ വാസ് ഗിവൺ, ഗെയ്വ് തേർഡ് ഫോം, ഗേവ് ഗിവൺ തേർഡ് ഫോം. പ്രസൻറ്റ് ബൈ ഷീ എന്നുള്ളത് ഹെർ ആയിട്ട് മാറുന്നു. ഓക്കെ, ഷീ അവിടെ പാസീവിലേക്ക് വരുമ്പോൾ ഹെർ ആയിട്ട് ചേഞ്ച് ചെയ്യും. Then in both the sentences the verbs have two objects each, the one direct and other indirect. Therefore each sentence can be changed into passive in two ways. രണ്ട് രീതിയിൽ മാറ്റം. ഒന്നെങ്കിൽ either of objects can be made the subject of passive verb and the other can be retained as an object, but there will be slight change in meaning between the sentence. The passive voice has an impersonal effect and hence commonly used in scientific writing and objective reporting. നമുക്ക് ഓരോ ടെൻസ് ഫോമിലും ആക്റ്റീവ് വോയിസിലെ വേർബും പാസീവ് വോയിസിലെ വേർബിനും വരുന്ന ചേഞ്ചസ് ആണ്. സിമ്പിൾ പ്രസൻറ്റ് ഒരു വേർബ് വെച്ചിട്ടാണ് ഈ എക്സാമ്പിൾസ് പറഞ്ഞിരിക്കുന്നത്. സിമ്പിൾ പ്രസൻറ്റിലെ ആക്റ്റീവ് വോയിസ് ആണെങ്കിൽ നമ്മൾ ടേക്സ് യൂസ് ചെയ്യും. അത് പാസീവിലേക്ക് മാറ്റുമ്പോൾ അത് ടേക്സ് എന്ന് പറയുമ്പോൾ സിമ്പിൾ പ്രസൻ്റ് ആണ്, പ്രസൻറ്റ് ടെൻസിലായതുകൊണ്ട് ഈസ് യൂസ് ചെയ്തു. ഇനി അത് പ്ലൂരലാണ്, സിംഗുലർ ആണെങ്കിലാണ് ഈസ് യൂസ് ചെയ്യുന്നത്. പ്ലൂരൽ ആണെങ്കിൽ അവിടെ എന്താക്കണം? ആറാക്കണം, ആർ ടേക്കൺ എന്നാക്കണം. ഇനി പ്രസൻറ്റ് ഈ പ്ലൂരൽ സബ്ജക്റ്റ് ചിലപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ആക്റ്റീവ് വോയിസിലെ സെൻറ്റൻസ് സബ്ജക്റ്റ് സിംഗുലർ ആവാം. അങ്ങനെ ആവുമ്പോൾ ഓക്സിലറി വേർബ് അല്ലെങ്കിൽ തന്നിരിക്കുന്ന വേർബ് സിംഗുലർ ആയിരിക്കും. പക്ഷെ നമ്മളത് ഒബ്ജക്റ്റ് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്തിലുള്ള വേർഡാണ് സബ്ജക്റ്റിൻ്റെ സ്ഥാനത്തേക്ക് വരുന്നത്. അപ്പോൾ അത് സിംഗുലർ ആണോ പ്ലൂരൽ ആണോ എന്നും കൂടെ നോക്കണം. ആ ഒബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ അവിടെ നമുക്ക് ഈസ് ഉപയോഗിക്കാം. ആ ഒബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ ദർ വി ഹാവ് ടു യൂസ് ആർ. ഓക്കെ, ഈ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഈസ് ടേക്കിംഗ് എന്നുള്ളത് അതിൻ്റെ കൂടെ V3. ഒന്ന് ഓർക്കേണ്ടത്, നമ്മൾ പാസീവ് വോയിസിൽ ഒൺലി യൂസ് V3 വെർബ് 3 മാത്രമേ ഉപയോഗിക്കുള്ളൂ. കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ്. അപ്പം ഈസ് ടേക്കൺ എന്നൊരു മാത്രം ഉപയോഗിക്കാൻ പറ്റില്ല. അവിടെ ING ഫോം വന്നതുകൊണ്ടൊരു ബീയിങ് കൂടെ ആഡ് ചെയ്തു. ഈസ് ബീയിങ് ടേക്കൺ. ഇനി സിമ്പിൾ പാസ്റ്റിൽ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നു. സിമ്പിൾ പാസ്റ്റിൽ നമ്മൾ ടേക്സ് ഉപയോഗിക്കില്ലല്ലോ. ടേക്സ് എന്നുള്ളത് പ്രസൻ്റ് ആണ്, ടുക്കാണ് യൂസ് ചെയ്യേണ്ടത്. ടുക്ക്. അപ്പോൾ ടുക്കാണ് നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസിലെങ്കിൽ വി ഹാവ് ടു യൂസ് വാസ് ടേക്കൺ.
Then past continuous was taking ആണെങ്കിൽ ഇവിടെ was being taken. Then has taking തെറ്റാണ്. has taking എന്ന് ഒരിക്കലും പറയില്ല. I've already told you that after has, have, had only use V3. has taken എന്നാണ് വരുന്നത്. So has been taken. Then past perfect ആകുമ്പോൾ had taken, അത് had been taken. Then future tense will take, will be taken. Conditional clauseൽ നമ്മൾ would take, would be taken. would have taken എന്നുള്ളത് would have been taken. To take, to be taken. ഇതാണ് ആക്റ്റീവിലും പാസീവിലും വരുന്ന മാറ്റങ്ങൾ രണ്ടിലും. Then to have taken ആണെങ്കിൽ to have been taken ആവും. Then taking ആണെങ്കിൽ taking നമ്മൾ ചില ഇത് ബിഗിനിങ്ങിൽ തന്നെ നമ്മൾ ജെറൻഡ് വെച്ചിട്ട് തുടങ്ങാറുണ്ട്. ING ഫോം ഓഫ് വെർബ് വെച്ചിട്ട് തുടങ്ങാറുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് എന്ന് പറയുന്നത് അവിടെ ജെറൻഡാണ്. അതുപോലെ ടേക്കിംഗ്, ബീയിങ് ടേക്കൺ. ദെൻ പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ, ഇത് ഹാവിങ് ടേക്കൺ എന്നുള്ളത് ഹാവിങ് ബീൻ ടേക്കൺ. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് കുറച്ച് സെൻറ്റൻസ് തന്നിട്ടുണ്ട് ആക്റ്റീവിൽ നിന്നും പാസീവിലേക്ക് മാറ്റാൻ. ഓക്കെ, ലാൽ ബഹദൂർ ശാസ്ത്രി ഗേവ് ദ സ്ലോഗൻ ജയ് ജവാൻ ജയ് കിസാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ലാൽ ബഹദൂർ സബ്ജക്റ്റ് ആണ്, ഗെയ്വ് എന്നുള്ളത് വേർബ് ടു വേർബാണ്, ദ സ്ലോഗൻ ജയ് ജവാൻ ജയ് കിസാൻ. അതെങ്ങനെ നമ്മൾ മാറ്റും? അപ്പോൾ അത് സ്ലോഗൻ ആണല്ലോ ഇവിടെ ഒബ്ജക്റ്റ് വരുന്നത്. സ്ലോഗൻ ജയ് ജയ് ജവാൻ ജയ് കിസാൻ ഗെയ്വ് ആണ്. അപ്പോൾ ഗെയ്വ് ആയതുകൊണ്ട് വാസ്. ഗിവ് ആണെങ്കിൽ ഈസ്. വാസ് ഗിവൺ ബൈ, പിന്നെ പേര് ലാൽ ബഹദൂർ ശാസ്ത്രി. ദ സ്ലോഗൻ ഒബ്ജക്റ്റ് ആണ് ഇവിടെ. ദ സ്ലോഗൻ ജയ് ജവാൻ ജയ് കിസാൻ എന്നുള്ളത് അതാണ് നമ്മൾ ബിഗിനിങ്ങിൽ കൊടുത്തത്. സ്ലോഗൻ ജയ് ജവാൻ ജയ് കിസാൻ വാസ് ഗിവൺ ബൈ ലാൽ ബഹദൂർ ശാസ്ത്രി. ദെൻ ദ മാൻ കിൽഡ് ദ ലയൺ. അപ്പോൾ ഇവിടെ ദ മാൻ സബ്ജക്റ്റ്, കിൽഡ് വേർബ്, ദ ലയൺ ഒബ്ജക്റ്റ്. അപ്പോൾ ഒബ്ജക്റ്റ് ദ ലയൺ. ഇനി കിൽഡ് ആണ്. അപ്പോൾ കിൽഡ് എന്നാവുമ്പോൾ വെർബ് ടു. അപ്പോൾ വാസ്. അപ്പോൾ നമുക്കൊന്ന് ഉപയോഗിക്കണം വാസ്. വാസ് കിൽഡ്. ദ ലയൺ വാസ് കിൽഡ് ബൈ ആരാലാണ്? ബൈ ദ മാൻ. The lion was killed by the man. Someone has cleaned the room. Object നോക്കുക. The room. Has ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഹാസ് എന്താക്കണം? അതിൻ്റെ കൂടെ ഹാസ് ബീൻ ആക്കണം. The room has been cleaned, cleaned, cleaned. Has been cleaned by someone. The room has been cleaned by someone. Okay. Then next one, I gave him a wallet on his birthday. Okay. I gave him എന്നാണ്. അപ്പോൾ a wallet was given him by me. ഞാനാൽ ഐ എന്നുള്ളത് അവിടെ മീ ആകും. by me on his birthday. They called off the meeting. The meeting object. The meeting called off was called off. Was called off by them. The meeting was called off by them.
ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആക്റ്റീവിൽ നിന്നും പാസീവിലേക്ക് മാറ്റുമ്പോൾ ശ്രദ്ധിക്കാൻ. ഇനി നമുക്കിവിടെ നെക്സ്റ്റ് തന്നിട്ടുള്ളത് ചേഞ്ച് ദ വേർബ്സ് ഇൻ ദ ഫോളോയിങ് സെൻറ്റൻസസ് ഫ്രം പാസീവ് ടു ദി ആക്റ്റീവ് വേർബ്സ്. പാസീവിൽ നിന്നും ആക്റ്റീവിലേക്ക് തന്നെ മാറ്റാനാണ്. അത് പാസീവാണ് തന്നിട്ടുള്ളത്, അത് ആക്റ്റീവിലേക്ക് ചേഞ്ച് ചെയ്യണം. രണ്ട് രീതിയിലും അപ്പോൾ നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. വെറും പാസീവ് ആക്റ്റീവിൽ നിന്നും പാസീവിലേക്ക് മാത്രം പോരാ, പാസീവിൽ നിന്ന് ആക്റ്റീവിലേക്ക് മാറ്റണം. ഇംഗ്ലീഷ് ഈസ് ടോട്ട് ബൈ ഹിം. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇത് ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്തുള്ളതാണ്, ഇത് വേർബാണ്, ഇത് സബ്ജക്റ്റായിട്ടാണ് വരേണ്ടത് എന്ന്. അപ്പോൾ ഇവിടെ ഹിം എന്നായതുകൊണ്ട് ഇവിടെ നമുക്ക് ഉറപ്പിക്കാം അത് ഹി ആയിരിക്കും. ഹി ആണ് നമ്മൾ ഒബ്ജക്റ്റായിട്ട് വരുമ്പോൾ ഹിം ആക്കി മാറ്റുന്നത്. അപ്പോൾ ഹി ടോട്ട് എന്നവിടെ വരാൻ ഈസാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈസ് ആയതുകൊണ്ട് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഈസ് പ്രസൻറ്റ്. പ്രസൻ്റ് ആയതുകൊണ്ടാണ് ഈസ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈസ് ടോട്ട്, ടോട്ട് V3 ആണല്ലോ. അപ്പോൾ V3 ആണ്, ഈസാണ്, അപ്പോൾ പ്രസൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് അത് എന്തായിരിക്കും, വെർബിൻ്റെ ഫസ്റ്റ് ഫോം ഏതായിരിക്കും, ടീച്ച്. ഹി ടീച്ചസ് ഇംഗ്ലീഷ്. ഹി ടീച്ചസ് ഇംഗ്ലീഷ്. ഓക്കെ, he teaches English. Then the bananas are being eaten by the child. The child ആർ ബീയിങ് ആണ് അവിടെ വരുന്നത്. അവിടെ ആർ ബീയിങ് വരാൻ കാരണം ഇവിടെ ബനാനാസ് വന്നത് കൊണ്ടാണ്. പക്ഷെ ഇവിടെ നമ്മൾ തുടങ്ങുന്നത് ദ ചൈൽഡ് വെച്ചിട്ടാണ്. അതുകൊണ്ട് ദ ചൈൽഡ് ഈസ് സിംഗുലർ, വി ഹാവ് ടു യൂസ് സിംഗുലർ വേർബ്. ദ ചൈൽഡ് ഈസ് ഈറ്റിംഗ്, child is eating the bananas. അപ്പോൾ അതാണ് എന്തായിട്ട് മാറിയത്, ബനാനാസ് are eaten by the child. A book was written by him. അപ്പോൾ he was ആണ്, അപ്പോൾ past ആണ്. He wrote a book. He wrote a book. A blue shirt was worn by him. He again was വന്നു, അപ്പോൾ past ആണ്. അപ്പോൾ he wore a, wore a blue shirt. Okay. അപ്പം ഇങ്ങനെയാണ് നമ്മൾ മാറ്റുന്നത്. I hope it is clear to you. Next, we are moving on to another earlier discussed topic, direct and indirect speech. വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഡയറക്റ്റിൽ നമ്മൾ ഒരു ഫേസ് ടു ഫേസ് അല്ലെങ്കിൽ രണ്ട് പേരിലോ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് നടന്നിരിക്കുന്ന ഒരു കോൺവെർസേഷൻ, ഒരു ഡയലോഗ്, അത് റിപ്പോർട്ട് ചെയ്യുന്നതിനാണ് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുമ്പോൾ റിപ്പോർട്ടിംഗ് ആയതുകൊണ്ട് തന്നെ അത് പാസ്റ്റ് ഇൻസിഡൻസ് ആണ് അതിൽ വരുന്നത്. എവറിത്തിങ് ബീൻ പാസ്റ്റ്. നമ്മളത് ചേഞ്ച് ചെയ്യുമ്പോൾ എല്ലാ ടൈം റെഫറൻസിലും അതുപോലെ ടെൻസ് ഫോമിലും ഒക്കെ ചേഞ്ച് വരുന്നുണ്ട്. നമ്മൾ ഓൾറെഡി അത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ വേർഡ് കൊടുത്തു, അലി സെഡ് ഐ വാണ്ട് ടു ബിക്കം ആൻ എൻജിനീയർ. അതെങ്ങനെ മാറ്റി, അലി സെഡ് ദാറ്റ്, ഐ എന്നുള്ളത് ഹി ആയി. wanted I wanted to, he wanted to become an engineer. In the first sentence we caught the words of Ali. ഫസ്റ്റ് സെൻറ്റൻസിൽ അലിയാണ് അവിടെ പറയുന്നത്. അതുകൊണ്ട് പറയുന്ന ഡയറക്റ്റ് അയാൾ പറയുന്നത് ഡയറക്റ്റ് സ്പീച്ചാണ്. സെക്കൻഡ് സെൻറ്റൻസിൽ അലി പറഞ്ഞ വേർഡ് മറ്റൊരാളത് റിപ്പോർട്ട് ചെയ്യാണ്, കോട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അത് ഇൻഡയറക്റ്റ് സ്പീച്ച് അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ച്. ഇനി ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് നമ്മൾ മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ദ കോമ ആഫ്റ്റർ സെഡ് ആൻഡ് ദ കൊട്ടേഷൻ മാർക്സ് ആർ റിമൂവ്ഡ്. ഓക്കെ, നമുക്കൊരു ഡയറക്റ്റ് സ്പീച്ചിൽ തരുമ്പോൾ നമ്മൾ ഒരാൾ പറഞ്ഞിരിക്കുന്ന ഡയലോഗ് വിച്ച് ഇസ് ഗിവൺ ഇൻ ഇൻവേർട്ടഡ് കോമാസ്. സോ when we change that dialogue into indirect speech, we have to remove the inverted commas and the commas given in the statement. Then the conjunction that is put after said in the statement.
സെഡ് നമ്മൾ ചേർക്കാറുണ്ട്. ദ സെഡ് സെഡ് ദാറ്റ് അങ്ങനെയൊക്കെയാണ്. ദ പ്രൊനൗൺ ഐ ഈസ് ചേഞ്ച്ഡ് ടു ഹി ഓർ ദ കറസ്പോണ്ടിങ് അപ്രോപ്രിയേറ്റ് പ്രൊനൗൺ. ദ വേർബ് അവിടെ വാണ്ട് എന്നുള്ളത് വാണ്ടഡ് ആയിട്ട് മാറി. വേർഡ് ദ വേർബ് സെഡ് ഇൻ ദ സെൻറ്റൻസ് ഇസ് കോൾഡ് ദ റിപ്പോർട്ടിംഗ് വേർബ്. ഓക്കെ, ആ കൊടുത്തിരിക്കുന്ന വേർബ് ഇതിനെ നമ്മൾ റിപ്പോർട്ടിംഗ് വേർബ് എന്നാണ് വിളിക്കുന്നത്. ആ റിപ്പോർട്ടിംഗ് വേർബ് തന്നെ നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് വാട്ട് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ഇസ് ദ സ്റ്റേറ്റ്മെൻറ്റ് depends on that type. The reporting verb also change. If that given statement is a request, we can use the verb requested. If it is question, we can use asked. And if it is what a warning, then we can use warned. Okay, so depends on that type of sentence, reporting verb changes. Then rules for changing direct to indirect speech. Rules for changing direct to indirect speech. ഡയറക്റ്റിൽ നിന്നും ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ചില റൂൾസ് ആണ്. If the reporting verb is in the past tense, the reported verb is changed into the corresponding tense. Rita said, I ate the lunch. അത് direct speech ആണ്. Rita said, I ate the lunch. അപ്പോൾ ഇവിടെ ate എന്നുള്ളത് സിമ്പിൾ പാസ്റ്റ് ആണ്. നമ്മൾ എങ്ങോട്ട് സിമ്പിൾ പാസ്റ്റ് ആയതുകൊണ്ട് തന്നെ അത് എങ്ങോട്ട് മാറ്റണം? പാസ്റ്റ് പെർഫെക്റ്റിലോട്ട് മാറ്റണം. സിമ്പിൾ പാസ്റ്റ് ഓൾറെഡി പറഞ്ഞതുകൊണ്ടാണ് കൂടുതൽ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ തരാത്തത്. സിമ്പിൾ പാസ്റ്റ് ആയതുകൊണ്ട് അത് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റും. ഇപ്പോൾ ഇവിടെ ഐ എയ്റ്റ് ഡയറക്റ്റ് സ്പീച്ച് ഇൻഡയറക്റ്റിലേക്ക് മാറ്റിയപ്പോൾ റീത്ത സെഡ് ദാറ്റ്, ഈ ഇൻവേർട്ടഡ് കോമേഴ്സുകളൊക്കെ നമ്മൾ ഒഴിവാക്കി. എയ്റ്റ് എന്നുള്ളത് തേർഡ് ഫോം, ഹാഡ് ഈറ്റൺ ഹെർ ലഞ്ച്. ഐ എന്നുള്ളത് അവിടെ ഹെർ ആയിട്ട് മാറി. All the reporting verbs in the present tense are changed in their corresponding past forms in indirect speech as shown below. Okay, present എല്ലാം പാസ്റ്റിലോട്ട് മാറും. അത് റിപ്പോർട്ടിംഗ് വേർബ് ആയിക്കോട്ടെ, മെയിൻ വേർബ് ആയിക്കോട്ടെ, ഓക്സിലറി വേർബ് ആയിക്കോട്ടെ, എവറിത്തിങ് ചേഞ്ചസ് ഇൻ ടു പാസ്റ്റ്. ഈസ് ആം എന്നുള്ളത് എന്തായിട്ട് മാറും? ഈസ് ആമും വാസ് ആവും. റെനു സെഡ് ഐ എം സോറി. റെനു സെഡ് ദാറ്റ് ഷീ വാസ് സോറി. ആ എന്നുള്ളത് ഷീ ആവും. ദെൻ ആർ എന്തായിട്ട് മാറും? വേർ ആയിട്ട് മാറും. ഫോർ എക്സാമ്പിൾ, ഹി സെഡ് ദേ കമ്മിങ് ടു മീറ്റ് us. ദേ ആർ കമ്മിങ് ടു മീറ്റ് us. സോ ഹി സെഡ് ദാറ്റ്, ആർ ചേഞ്ച്, ദേ ആർ എന്നുള്ളത് ഇറ്റ് ചേഞ്ചസ് ടു വേർ. ദെൻ ഹാസ് ഹാവ് ഹാഡ് ആയിട്ട് മാറുന്നു. ഷീ സെഡ് ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ പ്രോജക്റ്റ്, ഡയറക്റ്റ് സ്പീച്ച്. ഷീ സെഡ് ദാറ്റ്, ഷീ ഹാവ് എന്നുള്ളത് ഹാഡ് ആവും. ഷീ ഹാഡ് കംപ്ലീറ്റഡ് ഹർ പ്രോജക്റ്റ്. ക്യാൻ അവിടെ കുഡ് ആവുന്നു. അതുപോലെ മേ ചേഞ്ചസ് ടു മൈറ്റ്, വില്ല് വുഡ് ആവുന്നു. വേർബിൽ വരുന്ന ചേഞ്ചസ് ആണിത്. ഇനി അടുത്ത ഒന്ന്, ഇൻ കേസ് ദ റിപ്പോർട്ടിംഗ് വേർബ് ഈസ് ഇൻ ദി present or the future tense, no changes are made in the tense of the reported verb in indirect speech. He says, I want to go to Switzerland. അതായത് റിപ്പോർട്ടിംഗ് വേർബ് പ്രസൻറ്റ് ടെൻസിലോ അല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസിലോ ആയിക്കോട്ടെ. അത് സേസ് എന്നുള്ളത് പ്രസൻ്റ് ആണ് ഇവിടെ. അപ്പോൾ നോ ചേഞ്ചസ് ആർ മെയ്ഡ് ഇൻ ദ ടെൻസ് ഓഫ് ദ റിപ്പോർട്ടഡ് വേർബ്. അപ്പോൾ പ്രസൻറ്റ് ടെൻസിലാണ് നമുക്ക് റിപ്പോർട്ടിംഗ് വേർബ് തന്നിരിക്കുന്നതെങ്കിൽ when we change it into indirect speech, there occurs no changes. ഒരു ചേഞ്ചസ് അവിടെ വരില്ല. ഹി സേസ് ഐ വോണ്ട് ടു ഗോ ടു സ്വിറ്റ്സർലാൻഡ്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് സേസ് എന്നുള്ളത് അതുപോലെ തന്നെ കൊടുത്തു. ഹി സേസ് ദാറ്റ് ഹി വാണ്ട്സ് ടു ഗോ ടു സ്വിറ്റ്സർലാൻഡ്. ഹി സേസ് ദാറ്റ് ഹി വാണ്ട്സ് ടു ഗോ ടു സ്വിറ്റ്സർലാൻഡ്. അങ്ങനെയായിട്ട് മാറും. ഇനി if the reported verb states an universal truth or a scientific fact, അത് റിപ്പോർട്ടഡ് വേർബ് നമ്മളൊരു യൂണിവേഴ്സൽ, ഇപ്പോൾ ദ എർത്ത് ഇസ് റൗണ്ട് ഇൻ ഷേപ്പ്. ഓക്കെ, അതുപോലെ ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, ദ സൺ സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്, ദ മിൽക്ക് ഇസ് വൈറ്റ് ഇൻ കളർ.
അപ്പോൾ ഇതൊക്കെ യൂണിവേഴ്സൽ ട്രൂത്താണ്. അപ്പോൾ ഈ യൂണിവേഴ്സൽ ട്രൂത്ത് അല്ലെങ്കിൽ ഒരു സയൻറ്റിഫിക് ഫാക്റ്റ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ വേർബിന് എന്ത് ചെയ്യില്ല, ചേഞ്ച് ചെയ്യില്ല. സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്നുള്ള ഈസ്റ്റ് പോയി വെസ്റ്റ് ആവാൻ പോകുന്നില്ല. അപ്പോൾ അവിടെ ഹി സെഡ് ഹോണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി. ഓക്കെ, അപ്പോൾ ഹി സെഡ് ദാറ്റ്, ഇവിടെ നമ്മളൊരു അഡീഷണൽ ദാറ്റ് മാത്രം ചേർത്തേ ഉള്ളൂ. ആ സ്റ്റേറ്റ്മെൻറ്റ് അതുപോലെ തന്നെ എഴുതും. ഹോണസ്റ്റി ഈസ് ദി ബെസ്റ്റ് policy. In addition to changes in the tense of the reported verb, box A, changes are also made in case of words or experience of time and place. സിമ്പിൾ പ്രസൻ്റ് ആണെന്നുണ്ടെങ്കിൽ അത് സിമ്പിൾ പാസ്റ്റിലേക്ക് മാറും. I rarely drink coffee, he explained. Explained. Reporting verb is explained. He explained that he rarely എന്നുള്ളതുപോലെ തന്നെ ഡ്രിങ്ക് എന്തായി, പാസ്റ്റായി, ഡ്രാങ്ക്. ഹി റയർലി ഡ്രാങ്ക് കോഫി. ദെൻ പ്രസൻറ്റ് കണ്ടിന്യൂസ്. ഐ എം വെയിറ്റിംഗ് ഫോർ ഹിം, ഷീ സെഡ്. ഷീ സെഡ് ദാറ്റ്. ഐ ചേഞ്ച് ഇൻ ടു ഷീ. ആം ചേഞ്ച് ഇൻ ടു വാസ്. ദെൻ വെയിറ്റിംഗ് നോ ചേഞ്ച് ഫോർ ഹിം. Then I have found my lost book, he said. He said that I എന്നുള്ളത് he ആകുന്നു. Have into had. Found, find, found. Third form also found. He had found my എന്നുള്ളത് എന്താകുന്നു, his. He had found his lost book. Then present perfect continuous. Ram said, I have been waiting for ages. Ram said that. I എന്തായിട്ട് മാറും, he ആയിട്ട് മാറുന്നു. He have into had. He had been waiting for ages. Then simple past. I took the trophy home. Took verb to. She said that. സിമ്പിൾ പാസ്റ്റ് നമ്മൾ മാറ്റേണ്ടത് പാസ്റ്റ് പെർഫെക്റ്റിലോട്ടാണ്. ഷീ ഹാഡ് ടേക്കൺ ദ ട്രോഫി ഹോം. Future, he said, I will or I shall be in ALIGARH on Monday. He said that will എന്താവും, would ആവും. ഇനിയിപ്പോൾ അത് ഷാൾ ആണെങ്കിൽ അത് ഷുഡ് ആവും. would be in Delhi on Monday. ഇനി ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ്. I will or shall be coming here tomorrow. She said she would be coming here changes to there. Tomorrow എന്നുള്ളത് നെക്സ്റ്റ് ഡേ. നെക്സ്റ്റ് ഡേ. ഓക്കെ, ഇനി ടൈമും അവിടെ നമ്മൾ ഫസ്റ്റിൽ ടെൻസിൽ ചേഞ്ചസ് ആണ്. ഇനി ഓരോ ദ ചേഞ്ചസ് ഒക്കേഴ്സ് ഇൻ ടൈം റെഫറൻസ് ആൻഡ് ഇൻ പ്ലേസ്. ടുഡേ to that day. Yesterday, the day before. The day before, 2 days before. Tomorrow, we can use the next day or the following day. The day after tomorrow in 2 days. Next week or next year. Following week or following year. Last week or last year. The previous week or previous year. Then a year, etc. Go a year before the previous year. In interrogative sentences, the questions are changed into statements in indirect speech. He said, where are you going? Direct speech. He asked where I was going. അവിടെ എന്ത് ചെയ്യുന്നില്ല, ക്വസ്റ്റ്യൻ വേർഡ് WH ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഇത് ക്വസ്റ്റ്യൻ വേർഡ് ചേഞ്ച് ചെയ്യുന്നില്ല. ക്വസ്റ്റ്യൻ വേർഡ് അതുപോലെ തന്നെ അവിടെ റീപ്ലേസ് ചെയ്തു. ഇനി RU ഓക്സിലറി വേർബ്, നമ്മൾ ഡയറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ ഓക്സിലറി വേർബ് കഴിഞ്ഞിട്ടാണ് സബ്ജക്റ്റ് വരുന്നത്. പക്ഷേ റിപ്പോർട്ടഡ് സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ ഫസ്റ്റ് ഏത് വരും, സബ്ജക്റ്റ് വരും, പിന്നെ ഓക്സിലറി വേർബ് വരും. സോ യു എന്നുള്ളത് അവിടെ I ആയിട്ട് മാറി, R എന്നുള്ളത് വാസ് ആയിട്ട് മാറി. ആൻഡ് ആസ്ക്ഡ് വെയർ ഐ വാസ് ഗോയിങ്. ഇനി ഈ ക്വസ്റ്റ്യൻ മാർക്ക് അവോയ്ഡ് ചെയ്യും. അതുപോലെ ഇസൂർണോ ആൻസർ. ഇസൂർണോ ആൻസർ നമുക്കറിയാം, ഓക്സിലറി വേർബ് വെച്ചിട്ടാണ് നമ്മൾ ഏത് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, ഇസൂർണോ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. കാരണം ഒന്നെങ്കിൽ ആൻസർ എസ് ആയിരിക്കും, അല്ലെങ്കിൽ നോ ആയിരിക്കും. സോ നമ്മൾ പഠിച്ച 24 ഓക്സിലറി വേർബ് വെച്ചിട്ടും നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഷീ സെഡ് വിൽ യു കം വിത്ത് മീ. ഡയറക്റ്റ് സ്പീച്ച്. ഷീ ആസ്ക്ഡ്. ഇസൂർണോ ക്വസ്റ്റ്യൻ ആകുമ്പോൾ നമ്മളവിടെ എന്താ ആഡ് ചെയ്യണം, ഇഫ് അല്ലെങ്കിൽ വെദർ.
whether I will എന്താവും would. I would come with her. ഇനി imperative sentence. Imperative sentence നമുക്കറിയാം, we already learned types of sentence. Order, request, warning, command, advice, suggestions, all this come under imperative sentences. The reporting verb said is replaced with verbs like asked, ordered, commanded, requested, implored, advised, warned, etc., followed by an object and two as shown below. Call the witness, said the magistrate. അതൊരു ഓർഡർ ആണ്. The magistrate ordered them to call the witness. To എന്നും കൂടെ ഫോളോ ചെയ്ത് വരും. ordered them to call the witness. Don't sleep late and miss the train. The teacher അഡ്വൈസ് ചെയ്തു അല്ലെങ്കിൽ വാൺ ചെയ്തു. ഡോണ്ട് എന്നുള്ളത് എപ്പോഴും ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ നോട്ട് ടു ആയിട്ട് മാറും. നോട്ട് ടു സ്ലീപ്പ് ലേറ്റ് ആൻഡ് മിസ് ദ ട്രെയിൻ. If the reported sentence is negative, the object is followed by the negative particle and then to. In case of exclamatory sentence വരുമ്പോൾ, അതുപോലെ വിഷസ് വരുമ്പോൾ, the reporting verb has to be changed into some verb expressing exclamation or wish, like declared, exclaimed, wished, etc. Interjections and exclamations like alas, bravo, ഇതൊക്കെ നമ്മൾ എക്സ്ക്ലമേഷൻ മാർക്കിൽ വരുന്ന സെൻറ്റൻസിൽ യൂസ് ചെയ്യാറുണ്ട്. Phrases like with delight, with regret are used whenever appropriate. He said, what a fool he is. Direct speechil നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പറയുന്നതാണ്. What a fool he is. അവിടെ അതൊരു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആയതുകൊണ്ട് റിപ്പോർട്ടിംഗ് വേർബ് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? He exclaimed that he was a fool. അവിടെ വാട്ട് എന്നുള്ളത്, പിന്നെ നമുക്ക് അവിടെ വാട്ട് എന്നുള്ള വേർഡ് അവിടെ യൂസ് ചെയ്തത് ആ എക്സ്ക്ലമേഷനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മളത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് വാട്ട് ചേഞ്ച് ചെയ്യുന്നു. He exclaimed that he was a fool. Hooray, we have won the match, said the boys. The boy shouted with delight. സന്തോഷം കൊണ്ട് ഷൗട്ട് ചെയ്തു. The boy shouted with delight that they had won the match. ഈ സെൻറ്റൻസ് ചേഞ്ച് ചെയ്യാനാണ്. He said, I'm unwell. He said that he was unwell. They said, we cannot live without water. So they said that we എന്നുള്ളത് എന്താവും? they തന്നെയായിട്ട് മാറും. they cannot can change into could. the could not could ആയതുകൊണ്ട് അതിന് ശേഷം ലീവ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. they could not live without water. എക്സ്ക്ലമേഷനൊക്കെ ഒഴിവാക്കുക. they could not live without water. My God bless you, said the old gentleman to the little boy. So the അവിടെ നമുക്ക് എന്ത് പറയാം? the old gentleman wishes, the old gentleman blessed the little boy. ബ്ലെസ്സിങ് ആണല്ലോ. the old gentleman blessed little boy. He said Jane will be late. He said that Jane would be. will എന്തായിട്ട് മാറും? would. He said that Jane would be late. They said we are going home. They said that we എന്നുള്ളത് they ആവുന്നു. are where ആവുന്നു. they were going, no change. they were going home. I may be back later. She said that may എന്തായിട്ട് മാറും? she might be
She might be back later. Then leave at once. They ordered. So they ordered to leave at once. Now they ordered to leave. They ordered to leave at once. അപ്പോൾ commanded, advised, warned എന്നൊക്കെ ശേഷം to വരും. Who are you? She asked. She asked who he was. അല്ലെങ്കിൽ who she was അല്ലെങ്കിൽ who he was എന്തും കൊടുക്കാം. Selma says I want to go to Delhi. Selma says, നേരത്തെ പറഞ്ഞു പ്രസൻ്റ് ആണെന്നുണ്ടെങ്കിൽ ചേഞ്ച് വേണ്ടെന്ന്. സെൽമ സേസ് ഷീ വാണ്ട്സ് ടു ഗോ ടു ഡൽഹി. Golu said, I ate my sister's lunch. Golu said that he had ate. Past ആണ്. അപ്പോൾ he had eaten his sister's lunch. He had eaten his sister's lunch. Okay. Then already discuss ചെയ്തു. ആക്റ്റീവ് വേഴ്സ്, പാസീവ് വേഴ്സ് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അതൊന്നുകൂടെ ഇവിടെ പേജിൽ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് യൂണിറ്റ് 2 കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി റെമഡിയൽ ഗ്രാമറിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടെൻസ് ഫോംസ്, ഓക്സിലറി വേർബ്സ്, ഡിറ്റർമിനേഴ്സ്, then comes prepositions, then active and passive, direct and indirect speech. These are the things we discussed in detail. ഒരുപാട് തവണ ഇത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു. ഇനി അതിൽ കൊടുത്തിരിക്കുന്ന ആക്ടിവിറ്റീസൊക്കെ സ്വയം ഒന്നുകൂടെ വർക്ക് ചെയ്യാം. ആൻഡ് ദി നെക്സ്റ്റ് ക്ലാസ് നമ്മൾ അതിലെ 3rd യൂണിറ്റിലേക്ക് മൂവ് ചെയ്യും. 3rd യൂണിറ്റ് ടൈറ്റിൽ നോട്ട് മേക്കിംഗ് ആൻഡ് നോട്ട് ടേക്കിംഗ് സ്കിൽസ്. എങ്ങനെയാണ് ഒരു നോട്ട് എങ്ങനെ നമ്മൾ ഉണ്ടാക്കും, അതുപോലെ തന്നെ നമ്മളൊരു ലെക്ചർ കേൾക്കുന്ന സമയത്ത് നമ്മളെങ്ങനെ ഒരു നോട്ട് എഴുതിയെടുക്കും, അതിന് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതാണ് നെക്സ്റ്റ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് വാട്ട് we have learned in this too. The second unit ടോപ്പിക് എല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. Read more and more, then do the activities repeatedly. ഈ ആക്ടിവിറ്റീസ് ചെയ്യാം. ടെൻസ് തറവാക്കി വെക്കുക. ടെൻസ് പഠിച്ചാൽ മാത്രമേ ഡയറക്റ്റ് സ്പീച്ചും ഡയറക്റ്റിൽ നിന്ന് ഇൻഡയറക്റ്റിലേക്കും ഇൻഡയറക്റ്റിൽ നിന്ന് ഡയറക്റ്റിലേക്ക് മാറ്റാനും, അതുപോലെ ആക്റ്റീവും പാസീവും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാനും അറിയണമെങ്കിൽ ടെൻസ് തറവായിരിക്കണം. ഓരോ ടെൻസ് ഫോമും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അത് മനസ്സിലാക്കിയാൽ അത് വളരെ ഈസിയാണ്. So we are winding up today's class, and we will meet in the next class. Thank you.